സിഗ്നൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. സ്ട്രോങ്സ്റ്റ് സിഗ്നൽ അത് അർജുന്റെ ട്രക്കിന്റെ ക്യാബിന്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരമാണ് ഇത്. അർജുന്റെ ട്രക്കാണ് പുഴയ്ക്കടിയിൽ കിടക്കുന്നത് എന്നത് സ്ഥിരീകരിക്കുന്നു. അത് ഔദ്യോഗികമായി തന്നെ അവർ അറിയിക്കുകയാണ്. ഇപ്പോൾ പുഴയിൽ നടത്തുന്ന പരിശോധനയിൽ ഇനി ട്രക്കിന്റെ ക്യാബിൻ പാർട്ടിലേക്ക് എത്താൻ സാധിക്കണം. അതാണ് ഇനി അടുത്ത ദൗത്യമായി നമ്മുടെ മുന്നിലുള്ളത്. അതിലേക്ക് ഉടൻ തന്നെ എത്താൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നു. ട്രക്ക് അർജുന്റേതാണ്. ട്രക്കിന്റെ പൊസിഷൻ നദിയിൽ നിന്ന് കരയിലേക്കുള്ള ദൂരം 20 മീറ്റർ മാത്രമാണ്. ഇനിയിപ്പോൾ പുഴയുടെ അടിത്തട്ടിൽ ചെളിക്കിടയിൽ ഈ ട്രക്ക് എങ്ങനെയാണ് പുതഞ്ഞു കിടക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. ആ പരിശോധനയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. നേവിയുടെ ടീം ആ സ്ഥലത്ത് തന്നെ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അർജുന്റെ ട്രക്ക് തന്നെയാണ് അവിടെ പുഴയിൽ മണ്ണിൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നത്. ആ ട്രക്കിന്റെ പൊസിഷൻ എങ്ങനെയാണ് എന്നതും ഉടൻ തന്നെ ഇപ്പോൾ ഡിറ്റക്ഷനിലൂടെ മനസ്സിലാക്കും എന്നാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘം വ്യക്തമാക്കുന്നത്. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, തീരത്തോട് ചേർന്ന് 20 മീറ്റർ അകലെ മാത്രമായി ആ ട്രക്ക് കിടക്കുന്നു. അർജുൻ ഓടിച്ചു കൊണ്ടുവന്ന 300 തടിക്കഷ്ണങ്ങൾ കയറ്റിയ ട്രക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദീപക് മലയമ്മ, അർജുന്റെ ട്രക്ക് തന്നെയാണ് പുഴയ്ക്കടിയിലെന്ന് സ്ഥിരീകരിക്കുന്നു. അതിൽ ക്യാബിൻ ഭാഗം എവിടെയാണുള്ളത്? നിലവിൽ നമ്മൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചരിഞ്ഞ് കിടക്കുന്ന രീതിയിലാണ് ആ ട്രക്ക് ഉള്ളത്. അർജുന്റെ ട്രക്ക് തന്നെ എന്നുള്ള സ്ഥിരീകരണമാണ് ഈ ഒരു ഘട്ടത്തിൽ വരികയും ചെയ്യുന്നത്. ആ ഇമേജുകൾ കൂടുതൽ പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും അതിന്റെ ഒരു വ്യക്തത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുക. അതായത് നേരത്തെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണം കൃത്യമായ രീതിയിൽ നടത്താനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് കാലാവസ്ഥ അനുകൂലമായ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അത്തരത്തിലുള്ള പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്ന് മേജർ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആ പുഴയിൽ ഡൈവ് ചെയ്തുകൊണ്ട് അതിന് അരികിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിന്റെ ഒരു ഘടന മനസ്സിലാക്കിക്കൊണ്ട്, അതായത് അതിന്റെ ഇന്നലെ എസ്പിയൊക്കെ പ്രതികരണം നടത്തിയത് തല കീഴായാണ് കിടക്കുന്നത് എന്നുള്ളതായിരുന്നു. പക്ഷേ സോണാർ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുൻപിലുണ്ട്. അത് കൃത്യമായി കരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് ദീപക് മലയമ്മ, ഏറ്റവും പുതിയ വിവരം നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഈ ലാൻഡ് സ്ലൈഡ് സ്പോട്ടിൽ നിന്നുള്ള ഈ ഡ്രോൺ പരിശോധനയുടെ ഏറ്റവും പുതിയ വിവരം നമുക്ക് റിപ്പോർട്ടറിലൂടെ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കാം. 10 തവണയാണ് ഈ നമ്മൾ നേരത്തെ കോൺടാക്ട് പോയിന്റ് 1 ആയി ഐഡന്റിഫൈ ചെയ്ത ഭാഗത്തു കൂടി ഈ ഡ്രോൺ പറത്തിയത്. നോക്കൂ, 10 തവണയും സ്ട്രോങ്സ്റ്റ് സിഗ്നലുകൾ കിട്ടിയിരിക്കുന്നത് ഒരേ സ്ഥലത്തു തന്നെയാണ്. ഡിസ്റ്റിങ്ക്ട് മെറ്റാലിക് സിഗ്നേച്ചർ ക്യാപ്ചേർഡ് എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അർജുന്റെ ട്രക്കിലെ മെറ്റൽ ഭാഗങ്ങൾ അടക്കം, അതായത് ട്രക്ക് ഒരു പക്ഷേ പൂർണ്ണമായി തന്നെ അവിടെ ആ പുഴയിൽ പുതഞ്ഞു കിടപ്പുണ്ടാകാം. ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധനയിൽ 3 ഡിസ്റ്റിങ്ക്ട് സ്പോട്ട്സ് ആണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ട്രക്കിന്റെ ഏതെങ്കിലും ഭാഗം മാറിക്കിടക്കാനുള്ള ഒരു സാധ്യതകൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്.